ഹായ് ഹലോ. അപ്പോൾ ഇന്ന് വന്നിട്ട് നമ്മൾ ചെറിയൊരു പർച്ചേസിങ്ങും ഉണ്ട്, പിന്നെ ഒരു എക്സിബിഷനും ഉണ്ട് കേട്ടോ. അത് ഈ തണുവ് കാലത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, ഒരു മാസം 1.5 മാസം മാത്രമേ അത് ഉണ്ടാവുള്ളൂ. പിന്നെ ചൂടുകാലം ഇനി അതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ കുറേ ടെൻ്റ് അടിച്ചിട്ട് കുറേ ഉണ്ടെന്ന് ചേട്ടൻ പറയണത് കേട്ടിട്ടുണ്ട്, എനിക്കറിയില്ല. കഴിഞ്ഞ പ്രാവശ്യം കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് കുറച്ച് സാധനങ്ങൾ നമുക്ക് വീട്ടിലേക്ക് അയക്കാനുണ്ട്. അപ്പോൾ നമ്മൾ പോണായിട്ട് മുന്നേ അത് അയക്കാമെന്ന് വെച്ചിട്ട് നമ്മൾ യുണൈറ്റഡ് കാർഗോ എന്ന് പറഞ്ഞിട്ടുള്ള, അപ്പോൾ നമ്മൾ ഇവിടേക്ക് വന്നേക്കാണ്. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ അയക്കേണ്ടതെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അത് അയക്കണം. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ അവിടെ ആളെ കാണാനില്ല. അപ്പോൾ ചേട്ടനെ ആളെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഫോണിൽ, ഞങ്ങൾ കടയുടെ ഫ്രണ്ടിലുണ്ടെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ ഇവിടെ കാണി പെട്രോൾ പമ്പ് ഉണ്ടല്ലോ, അത് ഞങ്ങൾ വന്ന സമയത്ത് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇപ്പോൾ ഇത് ഓപ്പണായി. എന്നിട്ട് നമുക്ക് അടിക്കാനുള്ളത്, അത് കാർഡിട്ട് അടിക്കാനുള്ളതാ. പിന്നെ നമുക്ക് വരുന്ന വഴിക്ക് കടയിലേക്ക് കയറണമായിരുന്നു കേട്ടോ, ടൂർ ചെയ്യാൻ. അപ്പോൾ കുറച്ച് വളഞ്ഞ് വരണം. അപ്പോൾ ഞാൻ അതിൽ നിന്ന് കട കണ്ടപ്പോൾ അതൊന്ന് വീഡിയോ എടുത്തതാട്ടാ. പിന്നെ അതിന് മുമ്പിൽ വെച്ച് കുറച്ച് പട്ടിഷോ, കുറച്ച് ഫോട്ടോസ് ചേട്ടൻ നോക്കണം കൂടിയില്ല. അങ്ങനെ അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് കടയിൽ നിന്ന് വേഗം ഇറങ്ങി. വിചാരിച്ച സാധനങ്ങളൊന്നും കിട്ടിയില്ല. അപ്പോൾ ചേട്ടൻ പറഞ്ഞു നമുക്കൊന്നത് വാങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ അടുത്തെത്തിയിട്ട് ചോളാപ്പൊരി വാങ്ങിയിട്ടാ. അപ്പോൾ ഒരു കവറിലിട്ട് തന്നു. ഞാൻ ചോദിക്കുന്നത് ചേട്ടൻ അടുത്ത് കവറിലിട്ട് തന്നേക്കണേന്ന്. ഇങ്ങനത്തെ കവറിലാണോ തരാ ഇവിടെ? പക്ഷേ കവറിലിട്ട് തരാണെങ്കിലും അതിനുള്ളിൽ മറ്റേ കപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ കുറേ ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു, നിറച്ചുണ്ടായിരുന്നു അതിനുള്ളിൽ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ പാർക്കിലേക്ക് പോയിരുന്നു. അപ്പോൾ പാർക്കിലേക്ക് പോകണ ഒരു ബ്ലോക്ക് ചെയ്തിട്ടേക്കാ. ഏതൊരു എമിറാത്തി പെണ്ണിൻ്റെ ഒരു ഗാനമേളയുണ്ട് ഇവിടെ. അപ്പോൾ അതിനായിട്ടുള്ള നല്ല തിരക്കാണ്, നല്ല ഫേമസ് ആയിട്ടുള്ള ആളാണെന്ന് പറഞ്ഞത്. അപ്പോൾ ആ തിരക്ക് കാരണം അതിൽ കൂടെ വണ്ടി കടത്തി വിടണില്ല. അപ്പോൾ ഈ റോഡിൻ്റെ അടിയിൽ കൂടെ ഉള്ള ഈ ഒരു ഗ്യാപ്പിൽ കൂടെ വേണം നമുക്ക് അപ്പുറത്തെ റോട്ടിലേക്ക് ഇനി കിടക്കണമെങ്കിൽ. അങ്ങനെ പിന്നെ നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്കായിരുന്നു, റോഡിൽ ഫുൾ ബ്ലോക്കായിരുന്നു ആ ഒരു ഗാനമേളയുള്ളതുകൊണ്ട്. ആ റോഡിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ കയറുന്നത് നല്ല കുത്തനുള്ള സ്ഥലത്ത് കൂടിയാണ്. അപ്പോൾ ഞാൻ ചേട്ടനോട് പറയുന്നു ശ്രദ്ധിച്ചെടുത്തോട്ടെ, വണ്ടി ബാക്കിക്ക് ഇറങ്ങരുത് എന്ന് പറയായിരുന്നു ചേട്ടൻ്റെ അടുത്ത്. അങ്ങനെ പിന്നെ അങ്ങോട്ട് കയറി, പിന്നെ നമ്മൾ റോട്ടിൽ കയറിയിട്ട് പിന്നെ വീണ്ടും വളഞ്ഞു വരണം. ഡീജെ നടക്കുന്നതുകൊണ്ട് പിന്നെ പറഞ്ഞ പോലെ നല്ലായിരുന്നു കേട്ടോ. റോട്ടിൽ ഫുൾ തിരക്കായിരുന്നു, വണ്ടി ഇങ്ങനെ നീങ്ങണ്ടായിരുന്നില്ല. ഇവിടെ തിരക്കൊന്നില്ലെങ്കിലും മറ്റേ റോട്ടിലേക്ക് കയറിയപ്പോഴുള്ള തിരക്കിൻ്റെ ആടറിയണത്. അമ്മാതിരി തിരക്കായിരുന്നു റോട്ടിൽ. പോലീസുകാരെന്നൊക്കെ ഉണ്ട് വഴി തിരിച്ചു വിടാനായിട്ട്. നമുക്ക് നടക്കാൻ എനിക്ക് ഇഷ്ടമല്ല. അവിടെ വരെ വണ്ടി പോവും, ഈ ബ്ലോക്കുള്ള കാരണം. ഈ ഭാഗത്തുള്ള വീട്ടിൽ ഭയങ്കര അടിപൊളിയാവില്ലേ? വീടുണ്ടല്ലേ ബ്ലോക്കാലോ. വണ്ടീൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പോകണപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എവിടേക്ക് പാർക്ക് ചെയ്യാൻ സ്ഥലം ഉണ്ടാവുമെന്ന്. എവിടെ വണ്ടി പോവല് മാത്രമുള്ള പാർക്ക് ചെയ്യാനുള്ള സ്ഥലമൊന്നും എന്നിട്ട് ഞങ്ങൾ തിരിച്ചൊരു മെയിൻ റോട്ടിൽ കയറിയിട്ടാണ് വണ്ടി പാർക്ക് ചെയ്തത്. അപ്പുറം ഇപ്പുറം വണ്ടി നിറഞ്ഞ് കിടക്കായിരുന്നു. പെട്ടു മോനെ, നമ്മൾ വീണ്ടും പെട്ടു. വണ്ടി പാർക്ക് ചെയ്യാനൊരു സ്ഥലം പോലും ഇല്ല.
എല്ലായിടത്തും ബ്ലോക്ക്. അപ്പോൾ അത്ര ജനങ്ങളുണ്ടാവുന്ന ചുരുക്കം. അങ്ങനെ പിന്നെ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് റോട്ടിൽ നിന്ന് ഇങ്ങോട്ട് നടന്നിട്ട് പിന്നെ എക്സിബിഷൻ്റെ അടുത്തേക്ക് എത്തി. അവിടെ നിന്ന് കുറച്ച് നടന്നപ്പോൾ ഉണ്ട് ഒരു ചെറിയൊരു കാറ്, ചെറുതെന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ പകുതിയുള്ളൂ, അത്രയും പോകുന്നൊരു കാറ് റോട്ടിൽ കൂടെ ഓടിക്കുന്നുണ്ട് ഒരാൾ, ഒരു അറബി. അത് കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ദൈവമേ എൻ്റെ പകുതി കിളിപ്പോയി. പ്രത്യേകിച്ചൊന്നുമില്ല കാണാനായിട്ട്. കുറേ ഫുഡ് സ്റ്റാളുകളുണ്ട്, അത് മാത്രമേ ഉള്ളൂ. പിന്നെ അവിടെ ഗാനമേള നടക്കുന്നുണ്ട്, വേറെ ഒന്നുമില്ല. പിന്നെ കുറേ അറബികൾ അങ്ങോട്ട് ഇവിടെ നടക്കുന്നുണ്ട്, അല്ലാണ്ട് ഒന്നുമില്ല. കുറേ ലൈറ്റുകളും ഇതന്നെയുള്ളൂ അവിടെ. കഴിഞ്ഞ പ്രാവശ്യം പക്ഷേ വീഡിയോയിലൊക്കെ ഞാൻ കണ്ടിട്ടോ, കുറേ ഉണ്ടായിരുന്നു സർക്കസ് അത് ഇതൊക്കെ ആയിട്ട് കുറേ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം ഒന്നുമില്ല. പിന്നെ കുറേ റൈഡുകളുണ്ട്, റൈഡുകളൊരു മനുഷ്യൻ പോലും ഇല്ല, അങ്ങനെ ഇത് കിടന്ന് കറങ്ങണ്ടെന്ന് തന്നെയുള്ളൂ. അതങ്ങനെ ഒട്ടുമിക്ക എല്ലാ റൈഡും ഇങ്ങനെ കാലിയായിട്ട് കിടക്കട്ടെ, ആരുമില്ല. ഇവിടെ എന്തോ ഗാനമേള പോലെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് ആരുടെയും നമുക്ക് അറിയണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് പിന്നെ ചേട്ടൻ പിറ്റേ ദിവസം ഷോപ്പിൽ പോയപ്പോഴാണ് അവിടെ നിന്ന് പറയണത്, ഒരു ചേട്ടൻ അതൊരു എമറാത്തി പെണ്ണിൻ്റെയാണ്, അത് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ളൊരു പാട്ടുകാരിയാണ്. അപ്പോൾ അതിങ്ങനെ കുറേ നേരം കിടന്ന് പാടുണ്ടായിരുന്നു അവിടെ. അത് കാണാൻ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. നമുക്ക് പിന്നെ ആരാന്ന് മനസ്സിലാകാത്ത കാരണം നമ്മളവിടെ നിന്നില്ല. പാട്ടും പിന്നെ അറബിയാണല്ലോ, വലിയ കേട്ട് പരിചയമൊന്നുമില്ല, ഞങ്ങളവിടെ നിന്നില്ല. പക്ഷേ ഇത് കേൾക്കാനായിട്ട് കുറേ അറബികളവിടെ നിൽക്കുന്നുണ്ട്. കുറേ എന്ന് പറഞ്ഞാൽ കുറേ നിൽക്കുന്നുണ്ട്, അവിടെ നിറഞ്ഞു നിൽക്കായിരുന്നു, ഇരിക്കാൻ പോലും സ്ഥലം ഉണ്ടായിരുന്നില്ല. ഇതിപ്പോൾ തിരിച്ചു വരുമ്പോൾ കണ്ടതാണ് കാറ് വെച്ചിട്ട് ഇങ്ങനെ കളിക്കണത് പിള്ളേർ. ഇത് അത്യാവശ്യം അടിപൊളിയായിരുന്നു, എനിക്ക് ഇഷ്ടമായത്. കണ്ടു വെച്ച് എനിക്ക് ഇഷ്ടമായത് ഇതാണ്, വേറെ ഒന്നുമില്ല കാണാനായിട്ട്.
അങ്ങനെ പിന്നെ ചേട്ടൻ പറഞ്ഞു നമുക്ക് പൊട്ടറ്റോ ചിപ്സ് കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞു, വാങ്ങിച്ചരാന്ന് പറഞ്ഞു. അങ്ങനെ പോയി നോക്കിയപ്പോൾ അവിടെയാണെങ്കിൽ ഊക്കം തിരക്ക്. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വീട്ടിൽ പോയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന നേരത്തുണ്ട് ഒരു മൂങ്ങ അതായിട്ട് ഉറക്കം തൂങ്ങുന്നുണ്ട്. അപ്പോൾ അതിനെ ഫോട്ടോ എടുക്കാൻ തന്നു. ആൾക്കാരൊക്കെ എടുക്കണ്ടായി, നമ്മൾ എടുക്കാനൊന്നും പോയില്ല, ഫോട്ടോ എടുക്കാൻ തന്നു. അതിനാണ് ഇപ്പോൾ എല്ലാവരും മാറി തന്നു. ഇവിടെ അങ്ങനെയാണല്ലോ, പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ ആണുങ്ങളെല്ലാവരും മാറും, അറബികളായാലും എല്ലാവരും ഇങ്ങനെ മാറി നിൽക്കും. അപ്പം ഞങ്ങളുടെ എല്ലാവരും അവിടെ നിന്ന് മാറി. അപ്പം ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തതിൻ്റെ. പിന്നെ ഞങ്ങൾ എന്നത്തെയും പോലെ പോയി വരുന്ന വഴിക്ക് സംസമിൽ കയറി. സംസമിൽ കയറിയിട്ട് പനീറും ചില്ലി ഗോപിയും പൊറോട്ടയും പറഞ്ഞു. അതങ്ങനെ കഴിച്ചു. കൈ തുടയ്ക്കാനുള്ള ടിഷ്യൂ ഇങ്ങനെ വലിച്ച് നിൽക്കുന്നുണ്ട്. എന്നിട്ട് തുടയ്ക്കുക വേസ്റ്റിലിടുക, അങ്ങനെ നിൽക്കണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ വീഡിയോ എടുക്കണ കണ്ടപ്പോൾ ഇവിടെ വേഗം അവിടെ നിന്ന് പോന്നു. എന്നിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിരുന്നു. കുറച്ച് നേരം വെയിറ്റ് ചെയ്തു, എന്നിട്ട് ഫുഡ് വന്ന് കഴിച്ചു. പിന്നെ ഇന്നത്തെ പോലെ ഫുഡ് വരുന്നവരെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കും. അപ്പോൾ അതുപോലെ ഇന്നും കുറച്ച് ഫോട്ടോസ് എടുത്തു. പിന്നെ ഫുഡ് വന്നപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ വീഡിയോ എടുക്കാൻ തന്നില്ലേ, പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വിട്ടു. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ബൈ.